First of all, we have to know about electrical machine. The important thing is electrical machine എന്ന് പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റിക് മെഷീൻസ് ആൻഡ് സെക്കൻഡ് വൺ ഡൈനാമിക് മെഷീൻസ് ഓർ റൊട്ടേറ്റിംഗ് മെഷീൻസ്. സ്റ്റാറ്റിക് മെഷീൻസിൽ ആദ്യം പറയേണ്ടത്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ്റെ ക്ലാസിഫിക്കേഷനാണ് സ്റ്റാറ്റിക് മെഷീൻ എന്ന് പറയുന്നത്. അതിൽ സബായിട്ട് വരുന്ന കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റാറ്റിക് മെഷീൻ എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിക് മെഷീൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. ഓക്കെ, സ്റ്റാറ്റിക് മെഷീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളാണ് ട്രാൻസ്ഫോമർ. എന്നാൽ ബാക്കി നമുക്കറിയാവുന്ന എല്ലാ ടൈപ്പ് മെഷീൻസും ഒറ്റ പേരിൽ അറിയപ്പെടുന്നതാണ് ഡൈനാമിക് മെഷീൻസ് അഥവാ റൊട്ടേറ്റിംഗ് മെഷീൻസ് എന്ന് പറയും. അതിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഡി സി മെഷീൻസ് ആൻഡ് സെക്കൻഡ് കാറ്റഗറി ഈസ് എ സി മെഷീൻസ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെ ഇൻട്രോ ആയിട്ട് നിങ്ങൾ അറിയേണ്ട, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, ഇനി അടുത്ത് എല്ലാ ഇലക്ട്രിക്കൽ മെഷീൻസും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിക് മെഷീൻസ് ആയാലും ഡൈനാമിക് മെഷീൻസ് ആയാലും ഏതൊരു ഇലക്ട്രിക്കൽ മെഷീൻസ് ആയാലും ഒരൊറ്റ വർക്കിംഗ് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഇലക്ട്രിക്കൽ മെഷീൻസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ ആണ് ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കുറേ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. An EMF is induced in a conducting medium whenever there is a relative change in position of magnetic flux and the conducting medium. ഇതൊരു സിമ്പിൾ ഡെഫിനേഷൻ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മെഷീൻസിന് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും കണ്ടക്റ്റിംഗ് മീഡിയവും തമ്മിൽ ഒരു റിലേറ്റീവ് ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടാവുമ്പോൾ അവിടെ കണ്ടക്റ്റിംഗ് മീഡിയത്തിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെഫിനിഷനായിട്ട് ചുരുക്കി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. An EMF is induced in a conducting medium whenever there is a relative change in the position of magnetic flux and the conducting medium. ഇവിടെ കണ്ടക്റ്റിംഗ് മീഡിയത്തിൻ്റെ പൊസിഷനും മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പൊസിഷനും ഓൾറെഡി വേരി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേറ്റീവ് ചേഞ്ച് വരുന്ന സമയത്താണ് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? ഇതുപോലെ, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ 3 ഫിംഗേഴ്സ്, അതായത് തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓർ സെൻറ്റർ ഫിംഗർ, ഇതിനെ മൂന്നിനെയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടറും ഫോർ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെൻറ്റർ ഫിംഗർ അഥവാ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോഷൻ ഓഫ് ദ കണ്ടക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും നമുക്ക് ആവശ്യമുള്ള ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും ഡയറക്ഷൻ ഈ ഒരു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. അതായത് ഓരോ ഫിംഗേഴ്സും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫാരഡേയ്സ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ DC ജനറേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റൂൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ആണ്. ഓക്കെ,
ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആണ് ഒരു ഇലക്ട്രിക്കൽ മെഷീൻ. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ മെഷീൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ആയിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അത് നമുക്ക് കഴിഞ്ഞ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യമാണ്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സും അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയുള്ളൂ, ആ മെഷീൻ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഫോർ ആൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ആർ 2 കാര്യങ്ങളാണ്. വൺ ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ദ അതർ വൺ ഈസ് എ കണ്ടക്റ്റിംഗ് മീഡിയം. ഓക്കെ, ഈ കണ്ടക്റ്റിംഗ് മീഡിയം എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന കോയിൽസ്, വൈൻഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. ബേസിക്കലി നമ്മളതിനെ ജനറലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർമേച്ചർ വൈൻഡിങ് എന്നാണ് പറയുന്നത്. ആ കണ്ടക്റ്റിംഗ് മീഡിയത്തിന് കോയിൽ ഓർ ആർമേച്ചർ വൈൻഡിങ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മെഷീൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മേ ബി കോൺസ്റ്റൻറ്റ് ആൻഡ് യൂണിഫോം ഓർ മേ ബി വേരിയിങ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഏത് മെഷീനാണോ അതിൻ്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണോ വേരി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങൾ ഒരു ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രിക് മെഷീൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് പിന്നെ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം. കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് DC മെഷീൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, ഓരോ മെഷീൻ്റെയും ടൈപ്പ് അനുസരിച്ചായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ചില മെഷീൻസിന് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും, ചിലതിന് വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. ബേസിക്കലി ഫോർ DC മെഷീൻസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് യൂണിഫോം ആൻഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, DC മെഷീൻസിന് എപ്പോഴും ഏത് കണ്ടീഷൻ എടുത്താലും മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് യൂണിഫോമും കോൺസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ചു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ DC മെഷീൻസ് പഠിക്കും. അതായത് ഫ്ലക്സ് വേരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ ഒരു ബേസിക് ആയിട്ട്, അതായത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ് DC മെഷീൻസിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഓൾവേസ് യൂണിഫോം ആൻഡ് കോൺസ്റ്റൻറ്റ്. പക്ഷേ AC മെഷീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല പറയുന്നത്. അതാണ് പറഞ്ഞ ടൈപ്സ് അനുസരിച്ച് നമുക്ക് ഫ്ലക്സ് വേരി ചെയ്യും എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ ബേസിക് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ DC മെഷീൻസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് DC ജനറേറ്റർ ആൻഡ് അനദർ വൺ ഈസ് DC മോട്ടോർ. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് DC മെഷീൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കൽ പവറിനെ ഇലക്ട്രിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യും. DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവറിനെ മെക്കാനിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യും. മെഷീൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാം. DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് കറക്റ്റായിട്ട് പറയാം നമുക്ക്. പക്ഷേ DC മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ പ്രോസസ്സ് ആയിട്ടാണെങ്കിൽ കൂടി അവിടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് DC മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ ഓപ്ഷൻ എ തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് എക്സാക്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ DC മോട്ടോർ എന്ന് പറയുന്നത്. ഇനി ഈ 2 മെഷീൻസ് എടുക്കുകയാണെങ്കിലും ബേസിക്കലി ഒരു അതായത് ഈ മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു DC മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അത് DC ജനറേറ്റർ ആണോ DC മോട്ടോർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് കൺസ്ട്രക്ഷൻ വൈസ് ഈ 2 മെഷീൻസും സെയിം തന്നെയാണ്, സെയിം പാർട്സും ഒക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ വർക്കിംഗ് അനുസരിച്ചാണ് ഇത് മാറി വരുന്നത്. സോ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബോത്ത് മെഷീൻസ് ആർ സെയിം. That is, the same machine can be used as a generator or as a motor. Okay,
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് DC മെഷീൻസിനെ അടുത്ത വീഡിയോസിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.